കണ്ണൂർ ജില്ലാ കളക്ടർക്ക് മുന്നിൽ വീണ്ടും ചോദ്യങ്ങൾ ഉയർത്തി വിദ്യാർത്ഥികൾ. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടാറുണ്ടോ എന്ന കളക്ടറുടെ ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു കുട്ടികളുടെ മറുപടി. ഉത്തരം കിട്ടിയില്ലെങ്കിലും നിങ്ങൾ ചോദ്യങ്ങൾ തുടരണമെന്നായിരുന്നു കളക്ടറുടെ മറുപടി. ഉത്തരം കിട്ടിയില്ലെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക. വിദ്യാർത്ഥികളോട് കളക്ടർ പി വിഷ്ണുരാജിന്റെ ഉപദേശം ഇതാണ്. അധ്യാപകരും രക്ഷിതാക്കളും നിങ്ങളുടെ ചോദ്യത്തിന് എല്ലാം ഉത്തരം നൽകാറുണ്ടോ എന്ന കളക്ടറുടെ ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു കുട്ടികളുടെ മറുപടി. നിങ്ങൾ അവരോടുള്ള ചോദ്യങ്ങൾ നിർത്തിയോ എന്ന ചോദ്യത്തിനും ഇല്ല എന്നായിരുന്നു മറുപടി. ചോദ്യങ്ങൾക്ക് പിന്നിൽ അറിയാനുള്ള ആഗ്രഹം കൂടിയുണ്ട്. അതാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കേണ്ടതെന്നും കളക്ടർ പറഞ്ഞു. ജില്ലയിലെ സ്കൂൾ വിദ്യാർത്ഥികളുമായി ജില്ലാ ഭരണകൂടം ആഴ്ചതോറും സംവദിക്കുന്ന പരിപാടിയായ കളത്തിന്റെ 4ാം എഡിഷനിലാണ് തളിപ്പറമ്പ് സർ സെയ്ദ് ഹൈസ്കൂൾ, മമ്പറം ഇന്ദിരാഗാന്ധി പബ്ലിക് സ്കൂൾ എന്നിവിടങ്ങളിലെ 40ഓളം വരുന്ന വിദ്യാർത്ഥികൾ എത്തിയത്. കടുവകളുടെ കാര്യം മുതൽ ആൾക്കൂട്ട വിചാരണ വരെ വിദ്യാർത്ഥികൾ കളക്ടർക്ക് മുന്നിൽ ചോദ്യങ്ങളായി ഉയർത്തി. അട്ടപ്പാടിയിൽ മധു എന്ന ആദിവാസി യുവാവിനെ ആൾക്കൂട്ട വിചാരണ നടത്തി മരണത്തിലേക്ക് നയിച്ച സംഭവത്തെക്കുറിച്ച് മമ്പറം സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി വൈഗ ഉന്നയിച്ച ചോദ്യം ആൾക്കൂട്ട വിചാരണയുടെ ചർച്ചയിലേക്ക് എത്തിച്ചു. സൈബറിടത്തിൽ ഒരേ സമയം അറിവുകളും അപകടങ്ങളും ഉണ്ടെന്ന് പറഞ്ഞ കളക്ടർ ശരിതെറ്റുകൾ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഇടങ്ങളിൽ ഓരോ വിദ്യാർത്ഥിയും സ്വയം സത്യാന്വേഷി ആകേണ്ടതുണ്ടെന്നും ഓർമ്മിപ്പിച്ചു. മയക്കുമരുന്ന് കേസിൽ അധ്യാപകർ പോലും ഉൾപ്പെടുന്നതും പോക്സോ നിയമത്തെക്കുറിച്ചുമെല്ലാം വിദ്യാർത്ഥികൾ തങ്ങളുടെ അഭിപ്രായങ്ങളും ആശങ്കകളും പങ്കുവച്ചു. ജില്ലാ ഭരണകൂടത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും കളം പരിപാടിയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചും അസിസ്റ്റന്റ് കളക്ടർ എസ് സ്വാതി സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ ശ്രദ്ധയിൽപ്പെട്ട വിഷയങ്ങൾ പരിഹാരത്തിനായി പോസ്റ്റ് കാർഡിൽ എഴുതി ജില്ലാ കളക്ടർക്ക് നൽകുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.